ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അനദർ സ്പെഷ്യൽ വീഡിയോ ഓഫ് മൈ ലൈഫ്. ഇന്ന് എൻ്റെ മെഹന്തി ഫംഗ്ഷൻ്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. കുറേ നാളായിട്ട് ഞാൻ എൻ്റെ വെഡ്ഡിങ് പ്രിപ്പറേഷനിലായിരുന്നു. ഫൈനലി ദ ഡേ ഹാസ് അറൈവ്ഡ്. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നത് എൻ്റെ മേക്കപ്പിലായിരുന്നു. ബിക്കോസ് ചെറുപ്പം മുതലേ മേക്കപ്പ് ചെയ്യാനൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഒരു HD മേക്കപ്പാണ് ഞാൻ തലേന്നത്തേക്ക് തിരഞ്ഞെടുത്തത്. മേക്കപ്പ് ചെയ്യണത് ജെസ്സിയത്തെയാണ്. അടിപൊളി ഫിനിഷിംഗ് ആയിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ആൻഡ് എൻ്റെ ഡ്രസ്സ് ആൻഡ് ഓർണമെൻറ്റ്സ് ഒക്കെ ഞാൻ പോഷ് റെൻ്റൽസ് ആലപ്പുഴയിൽ നിന്നായിരുന്നു എടുത്തത്. എൻ്റെ ലവ് ഡേറ്റ്. മേക്കപ്പ് കഴിഞ്ഞ് നേരെ പോയത് അടുത്തുള്ളൊരു റിസോർട്ടിലേക്കാണ്. ആലപ്പുഴ ആയതുകൊണ്ട് തന്നെ റിസോർട്ടിന് അധികം പഞ്ഞമില്ല, ലൊക്കേഷനാണെങ്കിലും വലിയ കുറവില്ല. അതുകൊണ്ട് കുറച്ച് ഫോട്ടോസും നല്ല വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തിട്ട് ലൈറ്റ് പോകുന്നതിന് മുമ്പ് ഇതൊക്കെ ഫിനിഷാക്കി ഫംഗ്ഷൻ നടക്കുന്ന ഹോളിലേക്ക് തിരിച്ചു പോകാമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഫോട്ടോസ് എടുക്കാൻ വന്നപ്പോഴേ ടൈമൊക്കെ കഴിഞ്ഞു, സൺസെറ്റ് ആവണ സമയമായി. അതുകൊണ്ട് തന്നെ ലൈറ്റ് പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കുറച്ച് വീഡിയോസിനൊക്കെ പോസ്റ്റ് ചെയ്ത് നേരെ ഹോളിലേക്ക് പോയി. ഹോളിലേക്ക് വന്നതും കുറച്ച് കഴിഞ്ഞ് എൻ്റെ ഫിയാൻസിയുടെ ഫാമിലി ഹാമ്പറൊക്കെ ആയിട്ട് മെഹന്തി ഫംഗ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഹാമ്പർ എന്നുള്ളത് എനിക്ക് ഭയങ്കര സർപ്രൈസ്ഡായിരുന്നു. കാര്യം അവർ ഡ്രസ്സൊക്കെ കൊണ്ടുവരും എന്നുള്ളത് എനിക്കറിയായിരുന്നു. പക്ഷേ ഈ ഒരു ഹാമ്പർ ആൻഡ് ഗിഫ്റ്റ്സ് എന്നുള്ളത് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. അങ്ങനെ അവരെ കുറേ വെയിറ്റ് ചെയ്ത് അവർ വന്നപ്പോൾ ഐ വാസ് സോ ഹാപ്പി. അവരെല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റിയതിൽ. ഓൾമോസ്റ്റ് എല്ലാ ഫാമിലി മെമ്പേഴ്സും തന്നെ ഉണ്ടായിരുന്നു. ആൻഡ് അവരൊക്കെ വന്ന് ഫോട്ടോസിനൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തൊക്കെ നിൽക്കുകയായിരുന്നു. ആൻഡ് വന്നപ്പോഴേ എല്ലാവരുടെ കയ്യിലുള്ള ഗിഫ്റ്റ്സൊക്കെ ഞാനിങ്ങനെ നോക്കി ജസ്റ്റ് ചെറുതായിട്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസൊക്കെ വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്തു. ഓരോരുത്തരായിട്ട് പിന്നെ എനിക്ക് ഈ ഒരു ഹാമ്പർ തരുന്ന വീഡിയോ ആണ് ഇനി. സർപ്രൈസ് ഹാമ്പർ ആയതുകൊണ്ട് തന്നെ ഇതൊന്നും അറേഞ്ച് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഫോട്ടോഗ്രാഫേഴ്സിനോട്. അങ്ങനെ ഫസ്റ്റ് തന്നെ ഈ ബൊക്കെ തരുന്നത് വാവച്ചിയാണ്. അങ്ങനെ ബൊക്കെയൊക്കെ വാങ്ങി വെച്ച് പിന്നെ ഇതെൻ്റെ വെഡ്ഡിങ് ഡ്രസ്സാണ്. അപ്പം തന്നെ കറണ്ട് പോയി. പിന്നെ ഓരോരോ ഗിഫ്റ്റ്സ്. ഇത് ഒരു നട്ട്സിൻ്റെ പാക്കായിരുന്നു. അത് ഞാൻ എൻ്റെ സീറ്റിലേക്ക് വെച്ചിട്ട് അടുത്ത ഗിഫ്റ്റ് വാങ്ങിക്കാനുള്ള ആൻഡ് പോസ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞിട്ട് അടുത്ത ഒരു എഗെയിൻ ചോക്ലേറ്റിൻ്റെ പാക്കായിരുന്നു. ആ ചോക്ലേറ്റിൻ്റെ പാക്കും ഞാൻ വാങ്ങിച്ചിട്ട് പിന്നെ ഇത് എൻ്റെ പെർഫ്യൂം അങ്ങനെയുള്ളൊരു ഇതായിരുന്നു. 2-3 പെർഫ്യൂം കിറ്റ് ഉണ്ടായിരുന്നു ഗിഫ്റ്റ്സായിട്ട്. അപ്പോൾ അതൊക്കെ വാങ്ങി ഫോട്ടോസിനൊക്കെ പോസ് ചെയ്തു. ഇതെൻ്റെ ചെരുപ്പാണ്. ആൻഡ് മെഹന്തിയിലേക്ക് പോകായിരുന്നു. ഇതെൻ്റെ പേരൻസാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇങ്ങനെ അറേഞ്ച് ചെയ്യാണ്. ഇരിക്കുമ്പോൾ എൻ്റെ ഷോളിൽ ഇരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വാപ്പീനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇരുത്തുന്നുണ്ടായിരുന്നു. കാര്യം എനിക്ക് ഷോള് വെച്ചിട്ട് ഇരിക്കാൻ കുറച്ച് കംഫർട്ട് കുറവുണ്ടായിരുന്നു. അങ്ങനെ വെറ്റിലേക്ക് എൻ്റെ 2 കയ്യിലും വെച്ച് തന്നിട്ട് അവരതിൽ മൈലാഞ്ചി ഇടണം എന്നുള്ളതാണ് ചടങ്ങ്. അങ്ങനെ അവരത് എൻ്റെ കയ്യിൽ വെച്ച് തന്നു. പിന്നെ മൈലാഞ്ചി എടുത്ത് എൻ്റെ കയ്യിലേക്ക് ഇട്ട് തരാൻ പോവാണ് ഉമ്മി. അങ്ങനെ ഉമ്മി എൻ്റെ കയ്യിലിട്ട് തരുന്നു, പാപ്പി അതേപോലെ തന്നെ ചെയ്തു തരുന്നുണ്ട്. ഫസ്റ്റ്ലി അവർക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. അങ്ങനെ ആ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു. പിന്നെ എൻ്റെ ഒരു കുറച്ച് ഫ്രണ്ട്സ് എനിക്ക് തന്നൊരു ഗിഫ്റ്റ് പാക്കാണ് ഞാനിപ്പോൾ പൊട്ടിക്കാൻ പോകുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആൻഡ് ഇതെൻ്റെ ഇക്കാൻ്റെ മോനാണ്. അവൻ എന്നെക്കാട്ടും എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു തുറക്കാൻ വേണ്ടിയിട്ട്. സോ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ എൻ്റെ ഔട്ടർ പാക്കൊക്കെ പൊളിച്ച് ഇതിനുള്ളിൽ എന്താണെന്നൊക്കെ ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ ഞാനത് പയ്യെ പൊളിച്ചെടുത്ത് എനിക്ക് ഈ ഗിഫ്റ്റ് ബോക്സ് ഭയങ്കര ഇഷ്ടമാണ്. സോ മാക്സിമം അത് സ്പോയിൽ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കും. അങ്ങനെ അതൊക്കെ പയ്യെ എടുത്ത് അതിനകത്തു നിന്നുള്ള ഇതൊക്കെ എനിക്ക് ഇവിടെ നിന്നേ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ആൻഡ് തുറന്നു. എൻ്റെ ഒരു വെഡ്ഡിങ് നോട്ടായിരുന്നു, ഹാപ്പി മാരീഡ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് തന്നെ. പിന്നെ ഒരു ചോക്ലേറ്റ്, പിന്നെ ഒരു മണി വാലറ്റ് ഉണ്ടായിരുന്നു. ഇതെൻ്റെ ഫോട്ടോ ഫ്രെയിമാണ്. ഇത് ഞാൻ എൻ്റെ ഹസ്ബൻഡുമാണ്. ആൻഡ് ഇത് ഒരു പെർഫ്യൂം ബോക്സാണ്. പിന്നെ അവർ തന്നത് ഒരു ഡ്രസ്സാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു അവരുടെ ഗിഫ്റ്റ്സ് ആയിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാര്യം എനിക്കിങ്ങനെ കുഞ്ഞു ഐറ്റംസൊക്കെ ഇങ്ങനെ ഗിഫ്റ്റ്, കുഞ്ഞു ഐറ്റം മീൻസ് സെപ്പറേറ്റഡ് ആയിട്ട് ഇങ്ങനെ കുറച്ച് ഐറ്റംസ് തരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇത് ഞങ്ങളുടെ ഫോട്ടോ ആണ്. അത് ഞാൻ നോക്കി. ഇതെൻ്റെ ഫേവറേറ്റ് ഫോട്ടോ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ അതൊക്കെ നോക്കി
സോ എനിക്ക് ഗിഫ്റ്റ് ഇഷ്ടമായെന്ന് പറഞ്ഞപ്പോൾ അവരുടെ മുഖത്തെ സന്തോഷം നന്നായിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ ഫ്രണ്ട്സാണ്, പിന്നെ ഇതെൻ്റെ കസിൻസാണ്, ഫാമിലി, പിന്നെ ഫിയാൻസിയുടെ ഫാമിലിയിലുള്ള എൻ്റെ റിലേറ്റീവ്സ്. അങ്ങനെ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.